ജേർണൽ എൻട്രീസ് നോക്കാൻ പോകുന്ന നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്. ലീവ് ഇറ്റ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ വേണ്ടത് നമ്മൾ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ആ ബംഗാളി ലിമിറ്റഡ് കമ്പനീസിൻ്റെ റോയൽറ്റി ചാർട്ടാണ്. ഓക്കെ, അത് നിങ്ങളെല്ലാവരും കയ്യിലുണ്ടായിരിക്കണം. അത് ഫസ്റ്റ് ചെയ്തില്ലേ നമ്മൾ ബംഗാളി ലിമിറ്റഡ് കമ്പനീൻ്റെ ആദ്യം ചെയ്ത്, എനിക്ക് തോന്നുന്നു വീഡിയോ നമ്പർ 13 ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഞാനൊരു വെള്ളിയാഴ്ച ട്രൈ ചെയ്ത് നോക്കാൻ തന്നില്ലേ, ആ ഒരു സാധനം നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. അതെടുത്ത് വെച്ചിട്ട് വേണം ജേർണൽ എൻട്രി പഠിക്കാൻ ഇവിടെ ഇരിക്കാൻ. ക്ലിയർ ആണല്ലോ? എന്താ ആവശ്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നോക്കാം, എൻട്രി നോക്കാം. എൻട്രി എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് കേട്ടോ. സിമ്പിളായിട്ട് പറയാൻ പോവാം. ആദ്യം ഫസ്റ്റ് ഇയർ എടുക്കുക. നോക്കിയേ, നോട്ട്ബുക്കിൽ ഫസ്റ്റ് ഇയർ നോക്കിയേ. ഔട്ട്പുട്ടിൻ്റെ കോളത്തിൽ 8000 ഉണ്ട്, റോയൽറ്റി 4000, മിനിമം റെൻ്റ് ഉണ്ട്, പേയബിൾ ഉണ്ട്, ഷോർട്ട് വർക്കിംഗ് ഉണ്ട്, റീകൂപ്പ് ഇല്ല, ലാപ്സ്ഡ് അല്ലെ നോട്ട് റീകൂപ്ഡ് അല്ലെ ലാപ്സ്ഡ് ഇല്ല, പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഉണ്ട്. ഇത്രയും കാര്യമല്ലേ ഉള്ളത്. ഇനി നോക്കിക്കോ, ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കുക. ഫസ്റ്റ് ഇയറിൽ ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ ഇല്ലയോ? ഷോർട്ട് വർക്കിംഗ് ഉണ്ട്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടല്ലോ. ഷോർട്ട് വർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റോയൽറ്റി ഈസ് ലെസ് ദാൻ മിനിമം റെന്റ് ആണല്ലോ. ആക്ച്വൽ റോയൽറ്റി മിനിമം റെന്റിനേക്കാളും കുറവാണ്. ഷോർട്ട് വർക്കിംഗ് ഉണ്ട്. ഒന്ന് നോക്കട്ടെ, ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ? ഷോർട്ട് വർക്കിംഗ് ഉണ്ട്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് എൻട്രി ഇതായിരിക്കും. നോക്കിക്കോളെ, റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ. റോയൽറ്റി മീൻസ് നമ്മൾ ആക്ച്വൽ റോയൽറ്റിന്റെ അക്കൗണ്ട് amount. Royalty account debtor, short working account debtor to landlord. ലാൻഡ്ലോഡിന് ഇവിടെ പേരില്ലല്ലോ, ഇല്ല, ഇവിടെ മിസ്റ്റർ ലാൻഡ്ലോഡ് എന്നാണ് തന്നത്. സോ ഇതാണ് ആദ്യത്തെ ഇയർ എടുക്കുക. ആദ്യത്തെ ഇയർ നോക്കി ഷോർട്ട് വർക്കിങ്ങിന്റെ കോളത്തിൽ എമൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെന്ന് കണ്ട പാസ് ദ എൻട്രി റോയൽറ്റി അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ്ലോഡ്. റോയൽറ്റി അക്കൗണ്ടിൽ എത്ര എഴുതും? റോയൽറ്റിന്റെ എമൗണ്ട് എത്ര? ആക്ച്വൽ റോയൽറ്റി നോക്ക്, ആ ടേബിളിൽ നോക്ക്, 40,000. ഷോർട്ട് വർക്കിംഗിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത്? 80,000. എത്ര പേയബിൾ? 1,20,000. നിങ്ങൾ നോക്കിയേ, എമൗണ്ട് റോയൽറ്റി പേയബിൾ എന്ന് പറഞ്ഞ കോളത്തിൽ 1,20,000 അല്ലേ? ആക്ച്വൽ റോയൽറ്റി മിനിമം റെന്റ് തൊട്ടടുത്ത കോളം ആക്ച്വൽ റോയൽറ്റി പേയബിൾ. ഇത് തന്നെയല്ലേ വരുന്നത്. സോ ഫസ്റ്റ് എൻട്രി ആണിത്. ഈ എൻട്രി എപ്പോൾ വരും? ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഇയറിൽ ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ ഈ എൻട്രി പാസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത് എന്തിന്റെ എൻട്രി ആണെന്നറിയോ? റോയൽറ്റി പേയബിൾ. കൊടുക്കാനുണ്ട്. ആർക്ക്? ലാൻഡ് ലോഡിന്. എത്ര കൊടുക്കണം? 1,20,000. എത്രയായാലും നമുക്ക് റോയൽറ്റി കൊടുക്കാനുള്ളത് 40. അപ്പൊ 80,000 എന്താ? ഷോർട്ട് വർക്കിംഗ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് എൻട്രി. എങ്ങനെയാ ഫോം ചെയ്ത്? ഒന്നുമില്ല, റോയൽറ്റി ചാർട്ട് എടുത്തു. ഒന്നാമത്തെ ഇയറിൽ ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ നോക്കി, ഉണ്ട്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെന്ന് കണ്ടപാട് എൻട്രി എഴുതുക. വാട്ട് ഇസ് ദ എൻട്രി? റോയൽറ്റി അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോഡ്. റോയൽറ്റിയിൽ ഏത് എമൗണ്ട്? റോയൽറ്റിന്റെ കോളത്തിൽ എമൗണ്ട്. ഷോർട്ട് വർക്കിംഗിൽ ഷോർട്ട് വർക്കിംഗിന്റെ എമൗണ്ട് ടു ലാൻഡ് ലോഡ് 1,20,000. ഇത് തന്നെയാണ് ഏതിലെ എമൗണ്ട്? റോയൽറ്റി പേയബിൾ. ഒന്നാമത്തെ ഇയറിൽ ഫസ്റ്റ് എൻട്രി ഫിനിഷ്. ഇനി അടുത്തത്. ഓക്കെ, അടുത്തത്. ഇനി എവിടെയാണോ ആ കോളത്തിൽ വേറെ ഇനി ഒന്നും കാണാനില്ല. റീകൂപ്ഡ് ഇല്ല, ലാപ്സ്ഡ് ഇല്ല. ഇനി എന്തേ ഉള്ളൂ ഫസ്റ്റ് ഇയറിൽ? പെയ്ഡ്. ആക്ച്വലി പെയ്ഡ്. ആക്ച്വലി പേ ചെയ്യുമ്പോൾ എൻട്രി ലാൻഡ്ലോഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എത്രയാണോ കോളത്തിലുള്ള? 1,20,000. ഇവിടെ എഴുതുക എന്താ? ആക്ച്വൽ റോയൽറ്റി പെയ്ഡ് ഓഫ്. കൊടുത്തു. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ എൻട്രിയും കഴിഞ്ഞു. ഇത് രണ്ടും കൂടി നോക്കിക്കോ. ലാൻഡ് ലോഡിന് 1,20,000 കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് ചെയ്തു, ബിക്കോസ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ലാൻഡ് ലോഡിന് ഞാൻ ക്യാൻസൽ ചെയ്തു, പകരം എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ടു ക്യാഷ്. ബംഗാളി ലിമിറ്റഡ് പെയ്ഡ് 1,20,000. അപ്പം ബംഗാളി ലിമിറ്റഡ് ക്യാഷ് പോയി. ക്യാഷ് പോവാന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ബാലൻസ് കുറയണം.
ക്യാഷ് ഒരു അസറ്റ് അല്ലേ. സോ ക്യാഷിന്റെ ബാലൻസ് കുറയണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം ടു ക്യാഷ്. ഒന്നും ആലോചിക്കേണ്ട, എൻട്രി നോക്കുക, ചെയ്യാം. ഫസ്റ്റ് എൻട്രി, ഇഫ് ഷോർട്ട് വർക്കിംഗ് ഇസ് ദർ, എൻട്രി ഇസ് റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോർഡ്. രണ്ടാമത്തെ എൻട്രി ആ കോളം ഫുൾ നോക്കുക, റീകൂപ്പ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനി അടുത്തത് പേ ഓഫിന്റെ എൻട്രി ആണ്. പേ ടു ലാൻഡ് ലോർഡ് എന്ന് പറഞ്ഞ കോളത്തിൽ മാത്രമേ എമൗണ്ട് കിടക്കുന്നുള്ളൂ. സോ ദിസ് ഇസ് ദ എൻട്രി. ലാസ്റ്റ് എൻട്രി, ലാസ്റ്റ് പറഞ്ഞ 31 ഡിസംബർ, 31st ഡിസംബർ. ഇഫ് ഇറ്റ് ഈസ് ഓൺ ജാനുവരി 1st, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 31 ഡിസംബർ അല്ലേ. 31 ഡിസംബറിന്റെ എൻട്രി. റോയൽറ്റി ഉണ്ടല്ലോ, റോയൽറ്റി ഒരു എക്സ്പെൻസ് ആണല്ലോ അല്ലേ. ഈ റോയൽറ്റീനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണം. So royalty should be transferred to either trading account or P&L account. ഏതാണ് amount? 40,000. ഓക്കെ, ഈ 3 എൻട്രി പാസ് ചെയ്താൽ നിങ്ങൾ ഏത് ഇയർ കംപ്ലീറ്റ് ആയി? ഫസ്റ്റ് ഇയർ കംപ്ലീറ്റഡ്. ഇനി എപ്പോൾ ട്രേഡിംഗ്, എപ്പോൾ P&L account? ക്വസ്റ്റ്യൻ എടുക്കുക. ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ, ട്രേഡിംഗ് അക്കൗണ്ട്. ഇഫ് ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്, P&L account. ഈ ക്വസ്റ്റ്യനിൽ ഏതിന്റെ ബേസിലാണോ? പ്രൊഡക്ഷൻ 10 ഔട്ട്പുട്ടാ തന്നത്. സോ ഇവിടെ ഏത് എൻട്രി വരും? ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ. സെയിലിനാണ് ക്വസ്റ്റ്യനിൽ, സെയിലിന്റെ ബേസിലാണെങ്കിൽ ഇവിടെ മാറ്റിട്ട് എന്ത് എഴുതണം? P&L account ഡെറ്റർ. അപ്പൊ നമ്മൾ ആദ്യം റോയൽറ്റി ചാർട്ട് എടുക്കുന്നു. ചാർട്ടിൽ ഫസ്റ്റ് ഇയറിന്റെ നേരെ നോക്കുന്നു. ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ? ഉണ്ട്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എൻട്രി റോയൽറ്റി അക്കൗണ്ട്, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോർഡ്. പിന്നെ നമ്മൾ അടുത്ത കോളങ്ങളൊക്കെ തപ്പുന്ന റീകൂപ്പ് ഉണ്ടോ? ഒന്നുമില്ല. ഇനിയുള്ളത് പേ ടു ലാൻഡ് ലോർഡ് ആണ്. ലാൻഡ് ലോർഡിന് പേ ചെയ്യുമ്പോൾ എൻട്രി ലാൻഡ് ലോർഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ലാസ്റ്റ് എൻട്രി, ഈ പർട്ടിക്കുലർ റോയൽറ്റീനെ ഞാൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ P&L account. ഇറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ഇഫ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ഇറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു P&L account ഇഫ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സെയിൽ. ക്ലിയർ ആണല്ലോ മക്കളെ ഒന്നാമത്തെ ഇയർ? അപ്പോൾ ഒന്നാമത്തെ ഇയറിൽ ഓവർ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. എനി ഡൗട്ട് ഉണ്ടാവാൻ വഴി ഇല്ല. ഓക്കെ, ഈ 40,000 ഇവിടെ ക്ലിയർ. ഇവിടെ നമ്മൾ മിനിമം റെന്റ് എന്ന് പറയുന്ന കോളം കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ഇവിടെ ഒരു മിനിമം റെന്റ് എന്ന് പറഞ്ഞ കോളം ഉണ്ട്. ഞാനത് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. വൈ എന്നല്ല, നമ്മൾ ആദ്യം മിനിമം റെന്റ് ഇല്ലാണ്ട് പഠിക്കും. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അങ്ങോട്ട് വരും. വാട്ട് വിൽ ബി ദ എൻട്രി ഇഫ് മിനിമം റെന്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ്. അത് നമ്മൾ വേറെ തന്നെ പഠിക്കും. സോ ഫസ്റ്റ് നമ്മൾ ബിഗിനിങ്ങിൽ ഏതിൻ്റെ സാധനം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല? മിനിമം റെന്റ് കൺസിഡർ ചെയ്യുന്നില്ല. അത് രണ്ടാമത് വേറെ തന്നെ ഒരു മെത്തേഡായിട്ട് വരും. അവിടെ വെച്ച് നമ്മൾ പഠിക്കും. ക്ലിയർ? അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ ഇയർ എഴുതിക്കോട്ടെ. കുറച്ച് ചെറുങ്ങനെ എഴുതിയാൽ മതിയാണ് അല്ലേ? രണ്ടാമത്തെ ഇയർ. അപ്പോൾ ഇത് ഞാൻ മാറ്റോട്ടെ. ഓക്കെ, എങ്ങനെയാണ് ഞാനിത് എഴുതിയ? ബിക്കോസ് ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ നോക്കി, ഉണ്ടെങ്കിൽ ഈ എൻട്രി എഴുതി. പിന്നെ ഞാൻ ബാക്കി നോക്കി, പെയ്ഡിൻ്റെ എൻട്രി ഇതെന്തിൻ്റെ എൻട്രി ആണോ? റോയൽറ്റി ട്രാൻസ്ഫേർഡ്. ഈ റോയൽറ്റി കയ്യില്ല കേട്ടോ. ഞാൻ എല്ലാവരും എഴുതുമ്പോൾ എനിക്ക് പഠിച്ചതേ പാടും എന്ന് പറഞ്ഞ പോലെ എഴുതി പോകുന്നുണ്ട് കേട്ടോ. റോയൽറ്റി LTY ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3 എൻട്രി പഠിച്ചു. ഷോർട്ട് വർക്കിംഗ് ഉള്ളപ്പോൾ എൻട്രി പഠിച്ചു. പേ ഓഫ് ചെയ്യുന്ന എൻട്രി, പെയ്ഡിന്റെ എൻട്രി പഠിച്ചു. പേ ഓഫ് ചെയ്യുന്ന എൻട്രി അത് തന്നെ, പെയ്ഡിന്റെ എൻട്രി പഠിച്ചു. റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി പഠിച്ചു. ഫസ്റ്റ് ഇയർ ഇസ് ഓവർ. നൗ ടു സെക്കൻഡ് ഇയർ. ഓക്കെ, വായിക്കുന്നേ. ഫസ്റ്റ് ഇയർ ഒന്നിക്ക് ഇത് എഴുതിയെടുക്കണേ. നറേഷനൊക്കെ വരും. അതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന ദിവസം നോട്ട് സെക്ഷനിൽ ഇതിൻ്റെ പ്രിന്റഡ് സൊല്യൂഷൻ അവിടെ ഉണ്ടാവും കേട്ടോ. അതിനകത്ത് ഉണ്ടാവും നറേഷനൊക്കെ. നറേഷനൊന്നും ഞാൻ എഴുതുന്നില്ല. ഈ നറേഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ അതേപോലെ ഞാൻ എടുത്തു. വാട്ട് എടുത്തു? റോയൽറ്റി ചാർട്ട് എടുത്തു. ഷോർട്ട് വർക്കിങ്ങിന്റെ കോളം ഉണ്ട് നോക്കി. ഷോർട്ട് വർക്കിങ്ങിന്റെ കോളം ഉണ്ട്. അപ്പം തന്നെ ഞാൻ എന്ത് എൻട്രി എഴുതിയിടോ? റോയൽറ്റി അക്കൗണ്ട്. എന്നോട് എഴുതി പോകുന്നല്ലോ.
royalty account, short working account to landlord. If name is given, you have to put the name. Landlord ഒരു പേര് തന്നിട്ടുണ്ടെങ്കിൽ പേര് എഴുതണം. ഇനി നമുക്ക് എമൗണ്ട് ഫില്ല് ചെയ്യണം. റോയൽറ്റി ആക്ച്വൽ റോയൽറ്റിന്റെ കോളത്തിൽ എത്രയാണ് ഉള്ളത്? 1 lakh. ഷോർട്ട് വർക്കിംഗിൽ എത്രയുള്ളത്? 20,000. ലാൻഡ് ലോഡിന് എത്ര കൊടുക്കണം? രണ്ടും കൂടി കൂട്ടി 1,20,000. ശരിയാണോ? ഞാൻ എവിടെ നോക്കി? റോയൽറ്റി പേയബിളിന്റെ കോളത്തിൽ 1,20,000 ആണോ? ആണ്. അപ്പൊ എൻ്റെ എൻട്രി ഓക്കെ. ഓവർ. അപ്പൊ ഞാൻ പിന്നെ അടുത്ത കോളം നോക്കി, ഇല്ല, റിക്കൂപ്പ് ഒന്നുമില്ല. ഇനി പെയ്ഡിന്റെ എൻട്രി ഉള്ളു. അപ്പൊ പെയ്ഡിന്റെ കോളത്തിലെ എമൗണ്ട് ഉള്ളു. സോ ഞാൻ ഏതിന്റെ എൻട്രി എഴുതും? പെയ്ഡ്. വാട്ട് ഇസ് ദ എൻട്രി? പെയ്ഡിന്റെ കോളത്തില് 1,20,000. അതും കഴിയും. ഇനിയോ ഈ റോയൽറ്റിനെ അവിടെ ട്രാൻസ്ഫർ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ബിക്കോസ് റോയൽറ്റി ഈസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. പിന്നെ ഞാൻ റോയൽറ്റി അക്കൗണ്ട് എത്രയാടോ? ഈ എമൗണ്ട് തന്നെ 1 lakh. അങ്ങനെ നമ്മൾ ഏതും കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ. ഡൗട്ട് ഇല്ലല്ലോ? ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ? ഈ എൻട്രി. പെയ്ഡിന്റെ എൻട്രി ദിസ് വൺ. ട്രാൻസ്ഫേർഡിന്റെ എൻട്രി ദിസ് വൺ. ക്ലിയർ? അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയർ എഴുതി. അപ്പം ഞാൻ വായിച്ചോട്ടെ. സെക്കൻഡ് ഇയർ ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എഴുതിയെടുക്കുക. എൻ്റെ ടെസ്റ്റ് ഓക്കെ. ഇനി തേർഡ് ഇയർ. വായിക്കുകയാണേ. ഈസി അല്ലേ? പ്രശ്നമില്ലല്ലോ. ഓക്കെ. തേർഡ് ഇയർ. അയ്യോ, ഷോർട്ട് വർക്കിംഗ് ഇല്ല. എന്ത് ചെയ്യും? ഷോർട്ട് വർക്കിംഗ് ഇല്ല. എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. എൻട്രി നോക്കിക്കോളെ. In this column, in the third year, there is no short working. So entry very simple. ഷോർട്ട് വർക്കിംഗ് എഴുതണ്ട. ബാക്കി എഴുതിയാൽ മതി. ഇവിടെ മുന്നേ എഴുതിയത് റോയൽറ്റി ഷോർട്ട് വർക്കിംഗ് ടു ലാൻഡ് ലോഡാണ്. ഇവിടെ നമുക്ക് എന്ത് മതി? റോയൽറ്റി അക്കൗണ്ട് എറ്റർ ടു ലാൻഡ് ലോഡ്. ഓക്കെ. എത്രയാണോ എമൗണ്ട്? റോയൽറ്റിന്റെ എമൗണ്ട് എത്രയാ? റോയൽറ്റിന്റെ കോളത്തിൽ ഉണ്ടല്ലോ 1,20,000. ശരിയാണോ? പേയബിളിന്റെ കോളത്തിൽ 1,20,000 ആണോ ഇവിടെ ഉള്ള? ചെക്ക് ആണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഞാനിവിടെ വരുന്നത്. ഷോർട്ട് വർക്കിംഗ് ഇല്ല. ഇല്ലെങ്കിൽ എന്താ? ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതുന്ന ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് എഴുതുന്നുണ്ടോ? പ്രശ്നമില്ലല്ലോ. Now I am searching for recouped. No. Lapsed. No. Now last column paid ആണ് അല്ലേ? പെയ്ഡിന്റെ എൻട്രി നിങ്ങൾക്ക് അറിയാം. വെരി സിമ്പിൾ. എമൗണ്ടും അവിടെ ഉണ്ടല്ലോ. എത്ര? 1,20,000. ഓവർ. ഇനി എന്ത് എൻട്രി ആടോ? ട്രാൻസ്ഫേർഡ് ടു വേർ? ടു ട്രേഡിംഗ് അക്കൗണ്ട്. So we completed third year. Third year ന്റെ പ്രശ്നം ഷോർട്ട് വർക്കിംഗ് ഇല്ല. ഷോർട്ട് വർക്കിംഗ് ഇല്ലെങ്കിൽ ഇവിടെ ഷോർട്ട് വർക്കിംഗ് എഴുതണ്ട. അത്ര തന്നെ. ലാൻഡ് ലോഡ് ടു ക്യാഷ്, പെയ്ഡിന്റെ റീകൂപ്പ് ഒന്നുമില്ല. സോ ഈ പർട്ടിക്കുലർ കോളം എൻഡ്. ഇനി നമ്മൾ ഫോർത്ത് ഇയറിൽ എന്താ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇത് മായ്ക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാം. അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോ.